ആരെങ്കിലും നിങ്ങളെ അപമാനിക്കുന്നത്, നിങ്ങളുടെ ജോലിയെ വിമർശിക്കുന്നത്, അല്ലെങ്കിൽ പരസ്യമായി അനാദരവ് കാണിക്കുന്നത് സങ്കൽപ്പിക്കുക. നിങ്ങളുടെ ആദ്യ പ്രതികരണം കോപം, നിരാശ, ഒരുപക്ഷെ പ്രതികാരം ചെയ്യാനുള്ള പ്രേരണ പോലും. പക്ഷെ വാക്കുകളില്ല, പ്രവൃത്തികളില്ല, അപമാനങ്ങളൊന്നുമില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ എന്തു ചെയ്യും? വാക്കുകളോ പ്രവൃത്തികളോ അപമാനങ്ങളോ നിങ്ങളെ ഒരിക്കലും കുലിക്കില്ല എന്ന് തോന്നുന്നു. ശരി, സ്റ്റോയിക്കുകൾ ഇതിൽ പ്രാവീണ്യം നേടി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുമെന്ന് കൃത്യമായി കാണിച്ചു തരാം. കോപം ഏറ്റവും വിനാശകരമായ വികാരങ്ങളിലൊന്നാണ്. അത് വിധി, ബന്ധങ്ങളെ നശിപ്പിക്കുന്നു, നമ്മെ പ്രകോപിപ്പിക്കുന്നവർക്ക് നിയന്ത്രണം നൽകുന്നു. പക്ഷേ മാർക്കസ് ഔറേലിയസ്, സെനിക്ക, എപ്പിക്കസ് തുടങ്ങിയ പുരാതന സ്റ്റോയിക്കുകൾ നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിലാണ് യഥാർത്ഥ ശക്തി എന്ന് ഈ വീഡിയോയിൽ ഞങ്ങൾ വിശദീകരിക്കും. ആരും എന്തു ചെയ്താലും ദേഷ്യപ്പെടുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യാതിരിക്കാൻ നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ പരിശീലിപ്പിക്കാമെന്ന് എന്നോട് പറ്റി നിൽക്കുക. ഈ വീഡിയോയുടെ അവസാനത്തോടെ നിങ്ങൾക്ക് ഒരു അചഞ്ചലമായ മാനസികാവസ്ഥ കെട്ടിപ്പടുക്കാനുള്ള ഉപകരണങ്ങൾ ലഭിക്കും. നമുക്ക് 1-ാം നമ്പർ റീഫ്രെയിം ചെയ്യാൻ ശ്രമിക്കാം. അപമാനങ്ങൾ ധാരണയുടെ ശക്തി. സെനിക്ക ഒരിക്കൽ പറഞ്ഞു, യാഥാർത്ഥ്യത്തേക്കാൾ ഭാവനയിൽ നമ്മൾ കൂടുതൽ കഷ്ടപ്പെടുന്നു. അതിനെക്കുറിച്ച് ചിന്തിക്കുക. അപമാനങ്ങൾ വേദനിപ്പിക്കുന്നു, കാരണം നമ്മൾ അവരെ അനുവദിക്കുന്നു. അടുത്ത തവണ ആരെങ്കിലും കുറ്റകരമായ എന്തെങ്കിലും പറയുമ്പോൾ സ്വയം ചോദിക്കുക, ഇതെന്നെക്കുറിച്ചാണോ? കൂടുതൽ തവണ ആളുകളുടെയല്ല, നെഗറ്റീവ് അവരുടെ സ്വന്തം പോരാട്ടങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു, നിങ്ങളുടെ മൂല്യമല്ല. അപമാനങ്ങളെ ശബ്ദമായി കാണുന്നതിന് പരിശീലിക്കുക. അപ്രസക്തമായ അർത്ഥശൂന്യമായ വാക്കുകൾ. അടുത്ത തവണ ആരെങ്കിലും നിങ്ങളെ വ്രണപ്പെടുത്തുമ്പോൾ നിങ്ങളെ താൽക്കാലികമായി നിർത്തി നിങ്ങളുടെ മനസ്സിൽ ഇത് അവരുടെ പ്രശ്നമാണെന്ന്, ഇതെന്റെ പ്രശ്നമല്ല, കോപം എത്ര വേഗത്തിൽ അലിഞ്ഞുപോകുന്നു എന്ന് കാണുക. നമ്പർ 2, നിങ്ങൾക്ക് അവഗണിക്കാൻ കഴിയുന്നതിനെ നിയന്ത്രിക്കുക. നിങ്ങൾക്ക് കഴിയില്ല. എപ്പിറ്റസ്, ഒരു മുൻ അടിമയായി മാറിയ സ്റ്റോയിക് തത്വചിന്തകൻ, ഏറ്റവും ശക്തമായ പാഠങ്ങളിൽ ഒന്ന് പഠിപ്പിച്ചു: നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള കാര്യങ്ങളുമുണ്ട്. മറ്റുള്ളവരുടെ വാക്കുകൾ, പ്രവൃത്തികളും അഭിപ്രായങ്ങളും പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിന് പുറത്താണ്. പക്ഷേ നമ്മുടെ പ്രതികരണം പൂർണ്ണമായും നമ്മുടേതാണ്. നിങ്ങളിത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളിൽ ഊർജ്ജം പാഴാക്കുന്നത് നിർത്തുക. നിങ്ങളുടെ സ്വന്തം മനസ്സിനെ യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അടുത്ത തവണ ആരെങ്കിലും അസ്വസ്ഥനാകുമ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കുന്നു, ഇത് എന്റെ നിയന്ത്രണത്തിലാണോ? അനുവദിക്കുന്നില്ലെങ്കിൽ അനുവദിക്കുക. 3-ാമതായി, നെഗറ്റീവ് വിഷ്വലൈസേഷൻ പരിശീലിക്കുക. ഇത് വിചിത്രമായി തോന്നാം, പക്ഷേ സ്റ്റോയിക്കുകൾ ഏറ്റവും മോശം സാഹചര്യങ്ങൾക്ക് മാനസികമായി തയ്യാറെടുക്കുന്നതിൽ വിശ്വസിച്ചിരുന്നു. നിങ്ങൾ സാധ്യമായ അപമാനങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ സജ്ജമാക്കുകയാണെങ്കിൽ, വിമർശനങ്ങൾ അല്ലെങ്കിൽ അനാദരവ് സംഭവിക്കുന്നതിനു മുമ്പ് അവ സംഭവിക്കുമ്പോൾ അവയ്ക്ക് അവരുടെ കുത്ത് നഷ്ടപ്പെടും. മാർക്കസ് ഔറേലിയസ് ഇന്ന് സ്വയം ഓർമ്മിപ്പിക്കുന്നത് ഇത് ദിവസവും ചെയ്തു. സ്വാർത്ഥരായ, പരുഷരും അഹങ്കാരികളുമായ ആളുകളെ ഞാൻ കണ്ടുമുട്ടും. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് നിഷേധാത്മകത നേരിടേണ്ടിവരുമെന്ന് സ്വയം ഓർമ്മിപ്പിക്കാൻ ഞാനത് എന്റെ സമാധാനം തകർക്കാൻ അനുവദിക്കില്ല. പക്ഷേ നിങ്ങളത് നിങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കില്ല. നമ്പർ 4, നിസ്സംഗതയോടെ പ്രതികരിക്കുക. പ്രവർത്തിക്കാൻ വിസമ്മതിക്കുന്ന ഒരാളേക്കാൾ കോപാകുലനായ ഒരാളെ ഒന്നും നിരാശപ്പെടുത്തുന്നില്ല. ആരെങ്കിലും നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ ശാന്തമായ നിസ്സംഗതയോടെ പ്രതികരിക്കുന്നു. നിങ്ങളുടെ മേലുള്ള അവരുടെ ശക്തി അപ്രത്യക്ഷമാകുന്നു. ഓക്സിജൻ ഇല്ലാത്ത ഒരു തീയെ സങ്കൽപ്പിക്കുക, അതില്ലാതാകുന്നു. അങ്ങനെയാണ് കോപം പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ പ്രതികരണക്കുറവ് അടുത്ത തവണ ആരെങ്കിലും നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിഷേധാത്മകതയെ ശ്വാസം മുട്ടിക്കുന്നു. പുഞ്ചിരിച്ചുകൊണ്ട് നടന്നുപോകുക, അതാണ് യഥാർത്ഥ ശക്തി. നമ്പർ 5, ദൈനംദിന അച്ചടക്കത്തിലൂടെ നിങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുക. സ്റ്റോയിസിസം വെറുമൊരു തത്വചിന്തയല്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ അചഞ്ചലനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പരിശീലിക്കേണ്ടതുണ്ട്. ദിവസവും ധ്യാനിക്കുക. ജേണൽ, നിങ്ങളുടെ ചിന്തകൾ. സ്വയം പ്രതിഫലനം പരിശീലിക്കുക. നിങ്ങൾ കൂടുതൽ സ്വയം അവബോധമുള്ളവരാകും തോറും നിങ്ങൾ കൂടുതൽ കഠിനമാകും. മറ്റുള്ളവർ നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കണം. എല്ലാ രാത്രിയും ഡയറി എഴുതാൻ തുടങ്ങുക. നിങ്ങൾക്ക് ദേഷ്യം വന്ന നിമിഷങ്ങൾ എഴുതി കാലക്രമേണ നിങ്ങൾക്ക് എങ്ങനെ മികച്ച രീതിയിൽ പ്രതികരിക്കാൻ കഴിയുമായിരുന്നു എന്ന് ചിന്തിക്കുക. നിങ്ങളുടെ പ്രതികരണങ്ങളിൽ ഒരു നാടകീയമായ മാറ്റം നിങ്ങൾ കാണും. ഒരിക്കലും ദേഷ്യപ്പെടുകയോ ആരെയും ശല്യപ്പെടുത്തുകയോ ചെയ്യാതിരിക്കാനുള്ള രഹസ്യം നിങ്ങളുടെ ധാരണയെ നിയന്ത്രിക്കാനുള്ള നിങ്ങളുടെ കഴിവിലാണ്. നിങ്ങൾക്ക് മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ മനസ്സിനെ അചഞ്ചലമായിരിക്കാൻ പരിശീലിക്കുക. നിങ്ങൾ ഇപ്പോൾ അവർക്കത് നൽകിയില്ലെങ്കിൽ ആർക്കും നിങ്ങളുടെ മേൽ അധികാരമില്ലെന്ന് ഓർമ്മിക്കുക. അടുത്ത 7 ദിവസത്തേക്ക് എനിക്ക് നിങ്ങളോടൊരു വെല്ലുവിളിയുണ്ട്. ആരെങ്കിലും നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം പൂർണ്ണ ശാന്തതയോടെ പ്രതികരിക്കുക. അവർ എങ്ങനെ പ്രതികരിക്കുന്നുവെന്നും നിങ്ങൾക്ക് എത്രത്തോളം നിയന്ത്രണമുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുവെന്നും നിരീക്ഷിക്കുക. തുടർന്ന് തിരികെ വന്ന നിങ്ങളുടെ അനുഭവം അഭിപ്രായങ്ങളിൽ പങ്കിടുക. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമായി തോന്നിയാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ആ നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുക. അതിനാൽ നിങ്ങൾക്ക് ഒരു പുതിയ അപ്ലോഡ് ഒരിക്കലും നഷ്ടമാകില്ല. നമ്മുടെ മനസ്സിനെ ഒരു സമയം ഒരു സ്റ്റോയിക് തത്വം ഉപയോഗിച്ച് നിയന്ത്രിക്കുന്നതിനുള്ള ഈ യാത്ര തുടരാം.